ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടോ ഞാൻ വന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു സൺഡേ വ്ളോഗാട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ എണീച്ചിട്ടുണ്ട്. സൺഡേ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞാൻ നേരത്തെ എണീച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ശിവോതിക്ക് വെക്കുന്നതുകൊണ്ട്. അപ്പോൾ ബാക്കിയെല്ലാവരും നല്ല ഉറക്കാട്ടോ. എൻ്റെ വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യണേ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിലൂടെ പറയുകയും ചെയ്യാം കേട്ടോ. എന്നാൽ എൻ്റെ വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു 5:30 ആകുമ്പോൾ എണീച്ചിട്ടുണ്ട്. എണീച്ചയുടെ വേഗം മുറ്റടിച്ച് തരാൻ കഴിഞ്ഞില്ല, അപ്പം മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വേഗം അകം കൊലയൊക്കെ അടിച്ചരി തുടച്ചിട്ട് മുറ്റടിച്ച് തരാൻ നോക്കാമെന്ന്. എന്നിട്ട് കുളിച്ചിട്ട് വേണം ശിവോതിക്ക് വെക്കാൻ. അപ്പോൾ അതൊക്കെ അടിച്ചരി തുടയ്ക്കുമ്പോഴേക്ക് മഴയൊന്നും നിന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് മുറ്റടിച്ചരി വരാം കേട്ടോ. ഞങ്ങൾക്ക് മഴ പെയ്താലുള്ള പ്രധാന പ്രശ്നം ഈ സ്റ്റെപ്പ് മുതൽ മൊത്തം ചളി തെറിക്കും കേട്ടോ. ചെരുപ്പൊക്കെ ഉണ്ട്, അതിലൊക്കെ ചളി തെറിക്കും. അതൊക്കെ കഴുകി വൃത്തിയാക്കിട്ടോ ഞാൻ മുറ്റടിച്ച് തരാൻ പോയത്. അപ്പോൾ മുറ്റടിച്ചാരി വന്നിട്ട് വേണം കുളിക്കാൻ. എൻ്റെ മുറ്റടിച്ചാൽ കഴിയുമ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വേഗം കുളിച്ച് വന്നിട്ടുണ്ട്. ഇനി ശിവോതിക്ക് വെക്കണം. അപ്പോൾ ഇനി ശിവോതിക്ക് വെക്കുന്നത് നോക്കാം കേട്ടോ. ശിവോതിക്ക് വെക്കുന്ന സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത്, തലേദിവസം നല്ല മഴയും കാര്യങ്ങളാണ്. ഇന്നലെ ഇവിടെ തീരെ മഴയില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് തലേന്ന് മഴയുള്ള സമയത്തൊക്കെ അച്ഛമ്മയും ഞാനും അമ്മയൊക്കെ ശിവോതിക്ക് വെക്കാറുണ്ട്. കലിയാകലിമ്പോൾ വീടൊക്കെ വൃത്തിയായി കഴിഞ്ഞിട്ട് പിന്നെ കലിയാക്കൂ കലിച്ചി മക്കളും പോ അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. വീടിന് മൊത്തം ചുറ്റാത്ത സമയത്ത് നല്ല മഴയായിരിക്കും. ആ മഴയത്ത് പോവാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങാറ്. അതെനിക്ക് ഭയങ്കര ഒരു ഓർമ്മയാട്ടോ. നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ ഞാൻ ആ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരെ അടുക്കളയിലേക്കാട്ടോ പോകുന്നത്. ഞങ്ങളുടെ ചായക്ക് ഇന്ന് പുട്ടും കടലക്കറി കേട്ടോ. കുറച്ച് ദിവസമായി ചപ്പാത്തിയും പട്ടാണിക്കറിക്ക് ആയിരുന്നു. അപ്പോൾ ഒന്ന് ഞാൻ മാറ്റി പിടിക്കാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് പുട്ടും കടലക്കറി ആക്കുന്നത്. അപ്പോൾ ഞാൻ കടലക്കറി വെക്കുന്നത് മസാല ഇട്ടിട്ടാട്ടോ. നിങ്ങളെങ്ങനെയാണ് വെക്കാറ്? ഞാനൊരു വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടാട്ടോ ഞാൻ വെക്കാറ്. നിങ്ങളെങ്ങനെയാണ് വെക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ കറി വെക്കാം കേട്ടോ. എന്നിട്ട് വേണം പുട്ടിന് കുഴച്ച് വെക്കാൻ. ഞാൻ പുട്ടിന് എടുക്കുന്നത് 3 ഗ്ലാസ് പുട്ടുപൊടിയാണെങ്കിൽ അതിനനുസരിച്ച് 3 ഗ്ലാസ് വെള്ളമായിട്ട് എടുക്കാറ്. എന്നിട്ട് കുഴച്ച് വെക്കും. എന്നിട്ട് തേങ്ങയൊക്കെ ചിരകി വന്നിട്ടാട്ടോ കുറച്ച് സമയം ഒന്ന് ഇതാവാൻ വരണം. എന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. ഇനി കടലക്കറിക്കുള്ള ചെറിയുള്ളിയും തേങ്ങയും ഒന്ന് മുറിച്ച് വെക്കണം ചെറുതായിട്ട്. അപ്പോൾ അത് മുറിച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് വേണം വറവിടാൻ. അപ്പോൾ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തേങ്ങ കുഴച്ച് വന്നിട്ട് പുട്ടിന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വിസിൽ വരുമ്പോഴേക്കൊന്ന് വേഗം മുറിച്ച് വെക്കട്ടെ. എല്ലാവരും ഈ സമയമാകുമ്പോഴേക്കും എണീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പണികളൊക്കെ വേഗം തീർത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത്. എന്നെ കണ്ടാൽ പിന്നെ മോള് കരയും. അപ്പോൾ പിന്നെ എൻ്റെ പണികളൊന്നും നടക്കില്ല. അപ്പം ഞാൻ ഇവിടുന്ന് എൻ്റെ പണികളൊക്കെ തീർത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ജിനേട്ടൻ ചാടിക്കാൻ വന്നിട്ടുണ്ട്, മോനും വന്നിട്ടുണ്ട്. പുട്ടായതുകൊണ്ട് അവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല, കടലക്കറി തീരെ കൂട്ടില്ല. പുട്ടിന് പഴം ഉണ്ടായിരുന്നു, അപ്പോൾ പഴം കൂട്ടി അവൻ കഴിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളൊക്കെ അത് വേഗം കഴിച്ചിട്ടുണ്ട്. കഴിച്ച് ഞാൻ വേഗം അകത്തേക്ക് പോയിട്ടുണ്ട്. മോൾക്ക് ഇനി എന്തെങ്കിലും കൊടുക്കണമല്ലോ, അങ്ങനെ മോൾക്കും കൊടുത്ത് രാവിലത്തെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അവൾ ഉറങ്ങിയിട്ട് ഇനി ഉച്ചക്ക് പണികൾക്ക് തുടങ്ങാൻ കഴിയുള്ളൂ. അവളിപ്പോൾ ഇനി ഒരു നേരമൊക്കെ ഉറങ്ങുള്ളൂ കേട്ടോ. ഉറങ്ങാൻ കുറേ സമയം എടുക്കും. എന്നിട്ടൊക്കെയാണ് ഉച്ചക്കത്തെ പണികളൊക്കെ തുടങ്ങാറ്. അപ്പോൾ ജിനേട്ടൻ പോകാനൊക്കെയായി. അങ്ങനെ ജിനേട്ടൻ പോയിട്ടുണ്ട്. അങ്ങനെ ആ ഭാഗങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയതാട്ടോ. ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതാ ഉച്ചത്തൊക്കെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ സാമ്പാറാണ് വെക്കാൻ വിചാരിച്ചത്. മീൻ വാങ്ങിയിട്ട് ഇവിടെ എന്തോ ഒരു മടുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അമ്മ പറഞ്ഞ് സാമ്പാർ വെക്കാമെന്ന്. അങ്ങനെ ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി വറുത്തരയ്ക്കാനുള്ളത്. ഞാൻ ഇവിടെ സാമ്പാർ കുക്കറിലാട്ടോ വെക്കാറ്. കുക്കറിൽ പരിപ്പും വെല്ലുള്ളിയും 2-3 വിസിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് വേവിച്ച് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ തേങ്ങ വറുത്തരയ്ക്കലൊക്കെ ചെയ്യാറ്. നിങ്ങളെങ്ങനെയാണ് ചെയ്യാറെന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പിന്നെ ഞാൻ തന്നെ വെക്കുന്നതുകൊണ്ടാണോ അറിയില്ല, അത്ര എനിക്ക് തോന്നില്ല. ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഭക്ഷണം സാമ്പാർ. അങ്ങനെ സാമ്പാറും ഉണ്ട്. പിന്നെ ഉപ്പേരിക്ക് ബീൻസ് ആട്ടോ ഉള്ളത്. അപ്പോൾ ബീൻസും വെക്കുന്നുണ്ട്. പിന്നെ പപ്പടം. പിന്നെ ഞങ്ങൾക്ക് ശരിക്കും സാമ്പാറിന് പപ്പടം മാത്രം മതി. പിന്നെ തലേന്ന് ഉപ്പേരിക്ക് വാങ്ങിയതുകൊണ്ട് ഞാൻ ഉപ്പേരിക്കും വെക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഉച്ചക്കത്തെ പണികളൊന്നും നോക്കിയാലോ.
അതിൻ്റെ ഇടയിൽ മോളൊന്ന് എണീച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഒന്ന് ഉറക്കിയിട്ടുണ്ട്. എൻ്റെ കുറേ തിരുമ്പാണ്ട്, അവൾ ഉറങ്ങിയിട്ടില്ല, തിരുമ്പാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം തിരുമ്പാൻ പോകുന്ന സമയത്ത് തന്നെ പോയിട്ട് മഴയും പെയ്ത്. എന്നാലും വേണ്ടിയില്ല, കൂട്ടി വെച്ചാൽ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ കുറച്ച് തോർത്തൊക്കെ തലയിൽ കിട്ടിയിട്ട് ഞാൻ വേഗം പോയി തിരുമ്പിയിട്ടുണ്ട്. പിന്നെ കിണ്ടി വിളക്കൊക്കെ തേക്കുക കേട്ടോ. നാളത്തേക്ക് ശിവോതിക്ക് വെക്കാൻ രാവിലെ ഞാൻ പറഞ്ഞല്ലോ അടി പിടിച്ച് പോയിട്ടുണ്ടായിരുന്നു വിളക്കിൻ്റെ. അപ്പോൾ ഞാനൊക്കെ വേഗം തേച്ച് കുറേയിട്ട് നാളത്തേക്കുള്ള സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കിണ്ടി വിളക്കൊക്കെ തേച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് തിരുമ്പിയൊക്കെ ഒന്ന് മെഷീനിലുണ്ട്, അതൊക്കെ എടുത്ത് പുറത്ത് ആറിടണം. പുറത്തല്ല കേട്ടോ, ഞങ്ങൾ അടുക്കളയിൽ ഒരു ചെറിയൊരു അയിലൊക്കെ കെട്ടിയിട്ടുണ്ട്, അവിടെ വെച്ച് ഞങ്ങൾക്കൊന്ന് ആറിടാണ്ട്. അപ്പോൾ മോൾ എണീച്ചിട്ടുണ്ടല്ലോ. എൻ്റെ പണി കഴിഞ്ഞ് അവിടെ ഒന്നും ഇരിക്കാമെന്നല്ല, അപ്പോഴത്തേക്കുള്ള എണീച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവൾക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മോൻ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. മോൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മഴയത്ത് പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. ജിനേട്ടൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ജിനേട്ടൻ മോനും കളിക്കാം കേട്ടോ. രണ്ടാൾ കളിക്കുന്ന ഒരു ടൈമാണിത്. അപ്പോൾ ഇതൊക്കെയാട്ടോ എൻ്റെ ഒരു കുട്ടി വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.